ഇങ്ങനെ വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും അവനെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? സ്വന്തം ജീവിതം നശിപ്പിക്കാനാണ് ഇവള് ശ്രമിച്ചത്. നീ നശിച്ചില്ലാതാവുമ്പോ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുമെന്നാണോടി നീ കരുതിയത്? ഞങ്ങളെല്ലാവരും മനസ്സാക്ഷി ഇല്ലാത്തവരാണെന്നാണോടി കരുതിയത്? വൃത്തികെട്ടവന്റെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ മരിക്കുന്നത് വരെ നീ ദുരിതം അനുഭവിച്ചേനെ. എന്തിനാടി നീ ഇങ്ങനെ ചെയ്തത്? കാർത്തി കുടുംബത്തിന്റെ നാശത്തിന് കാരണക്കാരനാണ്. നീ രുദ്രനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിന്റെ നാശത്തിന് കാരണക്കാരി ഞാനായേനെ. ഞാൻ കാരണം നിന്റെ ജീവിതം നശിച്ച ആ ഭാരവും ചുമന്ന് എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിനു മുമ്പ് ചെയ്തതുപോലെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. അയ്യോ ചേച്ചി, നമ്മൾ എന്റെ കല്യാണം സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി തുടങ്ങിയത്. ഇനി വേറൊരു കുടുംബത്തിലേക്ക് പോകുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. ഇങ്ങനെ നമ്മളെല്ലാരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് കഴിഞ്ഞാൽ മതി. ഇനി ഒരിക്കലും ഇതുപോലുള്ള മണ്ടത്തരം നീ കാണിക്കരുത്. ഞങ്ങൾക്കതൊന്നും താങ്ങാൻ കഴിയില്ല. ഈ ചെറുപ്രായത്തിൽ ഈ കുടുംബത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കാനാണോ നീ ശ്രമിച്ചത്? അച്ഛനെ കൊണ്ടതിന് കഴിയില്ല എന്ന് കരുതിയിട്ടല്ലേ നീ അതിന് തുനിഞ്ഞത്? നിന്റെ അച്ഛൻ അത്രയും കഴിവില്ലാത്തവനായി പോയോ മോളെ? പിന്നെന്തിനാ മോളെ നീ ഇങ്ങനൊരു തീരുമാനമെടുത്തത്? എന്റെ മുന്നില് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല അച്ഛാ. ഈ കുടുംബമായിട്ട് ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് ആ ചെറുക്കന്റെ അമ്മ ഇറങ്ങിപ്പോയപ്പോ നാട്ടുകാരെല്ലാം നമ്മളെ എത്രത്തോളം പുച്ഛത്തോടെ നോക്കിയതെന്ന് നിങ്ങക്ക് എല്ലാവർക്കും അറിയില്ലേ? ചേച്ചി അപമാനം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യക്ക് ശ്രമിച്ചത് കണ്ടിട്ടും ഞാൻ എങ്ങനെയാ അച്ഛാ ഒന്നും ചെയ്യാതിരിക്കുന്നേ? ചേട്ടന് ഉത്തരവാദിത്തങ്ങളൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോകാൻ കഴിയുമായിരിക്കും, പക്ഷെ എനിക്കതിന് പറ്റില്ല. ചേച്ചിയുടെ ഭാവിയും അച്ഛന്റെ മനസ്സമാധാനത്തിനൊപ്പുറം ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. കുടുംബത്തിന്റെ മാനം കാക്കാൻ ഞാനിനി ഏതറ്റം വരെ പോയാലും തെറ്റില്ലെന്ന് തോന്നി അച്ഛാ. പക്ഷെ ഇപ്പൊ എല്ലാം വെറുതെ ആയപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. എന്റെ മോളെ